ഹായ് സുഹൃത്തുക്കളെ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചൂരൽമല പ്രളയത്തിലകപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്കായി സർക്കാർ നിർമ്മിച്ച് നൽകിയിട്ടുള്ള പാർപ്പിട സമുച്ചയമാണ്. നല്ലൊരു ഭംഗിയുള്ള ബിൽഡിങ്സാണ്. ഇത് കൽപ്പറ്റയിലെ ബൈപ്പാസിനോട് ചേർന്നാണ് ഈ വീടുകളെല്ലാം നിർമ്മിച്ചിട്ടുള്ളത്. നല്ലൊരു ലൊക്കേഷനാണ്. അപ്പോൾ നല്ല രീതിയിലാണ് സ്ട്രക്ചറൊക്കെ കാഴ്ചയിൽ കാണാൻ സാധിച്ചത്. ഇപ്പോൾ വീടിൻ്റെ അകത്തുള്ള വ്യൂസാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിച്ചു തരാൻ പോകുന്നത്. കയറുമ്പോൾ തന്നെ വലിയൊരു ഹാളാണ്. അതൊരു സൈഡിലൊരു TV റൂം, സിറ്റിംഗ് ഏരിയ, ഡൈനിങ്, ഇത് മൂന്നും ചേർന്നിട്ടുള്ളൊരു ഹാളാണ്. പിന്നെ 2 ബെഡ്റൂമുണ്ട്. അപ്പോൾ ആ 2 ബെഡ്റൂമിൽ 1 ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഗുണനിലവാരത്തോടു കൂടിയിട്ടുള്ള മെറ്റീരിയലൊക്കെയാണ് കാണാൻ സാധിച്ചത്. നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള രീതിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഹാളിനോട് ചേർന്ന് ഒരു വാഷിംഗ് ഏരിയയും ഫെസിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു കോമണായിട്ട് ഒരു ടോയ്ലറ്റും കൂടി ആ ഭാഗത്തുണ്ട്. ടോയ്ലറ്റ്, ഷവർ വിത്ത് ഷവറോട് കൂടിയിട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇത് വിത്തൗട്ട് ബാത്റൂമുള്ള ഒരു ബെഡ്റൂമാണ്. പിന്നെ അത് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനോട് സൈഡിൽ തന്നെ നല്ല മനോഹരമായിട്ടുള്ള കിച്ചണുണ്ട്. കബോർഡ് മുകളിലാണെങ്കിലും താഴെയാണെങ്കിലൊക്കെ റാക്കുകൾ ഒക്കെ അടിച്ച് നല്ല വൃത്തിയായിട്ടുള്ള രീതിയിലാണ്. പിന്നെ സൈഡിൽ ഒരു മിനി കിച്ചണുണ്ട്. ഭാഗത്തൊരു മിനി കിച്ചണായിട്ട്. പിന്നെ ഒരു വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു ഫെസിലിറ്റി സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയ ചെറിയൊരു സ്പേസ് ഉണ്ട്, ഒരു കോട്ടയാട് സൈഡിൽ. പിന്നീട് ഒരു വർക്ക് ഏരിയ ഒക്കെ ആയിട്ട് മാറ്റാവുന്ന തലത്തിലേക്കുള്ള രീതിയിലുള്ള ഒരു സ്പേസ് ബാക്കിലുണ്ട്. പിന്നെ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീടിനോട് ചേർന്ന് തന്നെ ഇരുമ്പിൻ്റെ ഒരു സ്ട്രക്ചറോട് കൂടിയിട്ടൊരു സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കയറിക്കഴിഞ്ഞാൽ കാണാവുന്നത് ഒരു സോളാർ പാനൽ കൊടുത്തിട്ടുണ്ട്. സോളാറും വാട്ടർ ടാങ്കുമാണ് ബിൽഡിങ്ങിൻ്റെ മുകൾ വശത്തുള്ളത്. ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് സൈഡിലേക്ക് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല മനോഹരമായ ദൃശ്യമാണ്. നല്ല മലനിരകളെല്ലാം ചുറ്റപ്പെട്ട കിടക്കുന്ന ഒരു പ്രകൃതി രമണീയമായ അന്തരീക്ഷം തന്നെയാണ് ആ ചുറ്റുപാടും എല്ലാം ഉള്ളത്. ഞങ്ങളെല്ലാവരും ഒന്ന് പോയി കാണേണ്ട ഒരു നല്ലൊരു ലൊക്കേഷനാണ്. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരുടെ സഹകരണത്തോടു കൂടിയിട്ടും ഇത്രയും എത്തിപ്പെട്ടത് എല്ലാവരുടെയും നല്ല മനസ്സോടു കൂടിയാണ്. അപ്പോൾ ഇനിയും കേരളത്തിൽ ഏത് സമയവും ഒത്തൊരുമിച്ച് ഒന്നു ചേർന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ സഹായകമായി തുടരട്ടെ.